കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തതെങ്കിലും മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഓവറോൾ പോസിറ്റീവ് തന്നെയാണ്. 25,250, 25,150 എന്ന സപ്പോർട്ട് സോണിനടുത്ത്, അതായത് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്തായിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 25,500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നുണ്ട്. 25,500 എന്ന ലെവൽ ഡിസിസീവായി ബ്രേക്ക് ചെയ്താൽ 25,750 എന്ന ലെവലിലേക്ക് മാർക്കറ്റ് ഉയർന്നേക്കും. കൂടാതെ എല്ലാ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിഫ്റ്റിയുടെ ഓവറോൾ ട്രെൻഡ് പോസിറ്റീവായിട്ട് തന്നെ വിലയിരുത്താം. അതേസമയം കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ 2,910 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,582 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് AU സ്മാൾ ഫിനാൻസ് ബാങ്ക്. സാഗിൾ പ്രീപെയ്ഡ് എന്ന കമ്പനിയുമായി ചേർന്ന് AU സ്മാൾ ഫിനാൻസ് ബാങ്ക് കോ ബ്രാൻഡഡ് റിട്ടെയിൽ ആൻഡ് പ്രീപെയ്ഡ് കാർഡ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് JK ലക്ഷ്മി സിമൻറ്റ്. 13.5 ലക്ഷം ടൺ ശേഷിയുള്ള ഒരു അഡീഷണൽ ഗ്രൈൻഡിംഗ് യൂണിറ്റ് കമ്പനി ഗുജറാത്തിലെ സൂറത്തിൽ കമ്മീഷൻ ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ JK ലക്ഷ്മി സിമൻറ്റ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ TCS എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഒക്ടോബർ 9 കൂടി ലഭ്യമാകുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെയും സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി 1:10 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിരുന്നു. കമ്പനി ഇപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഒക്ടോബർ 14 എന്ന തീയതി നിശ്ചയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആരിസ് ഇൻഫ്രാ സൊല്യൂഷൻ എന്ന കമ്പനിക്ക് AVS ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷനിൽ നിന്നും 40 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ടിംഗൺ ഇന്ത്യ എന്ന കമ്പനി സൺസ്ട്രീം ഗ്രീൻ എനർജി എന്ന കമ്പനിയുടെ 26% സ്റ്റേക്കുകൾ 70 ലക്ഷം രൂപയ്ക്ക് അക്വയർ ചെയ്തു. പേടിഎം എന്ന കമ്പനി പേടിഎമ്മിൻ്റെ സബ്സിഡറി കമ്പനിയായ പേടിഎം മണിയിൽ 300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പർ സൂരജ് പാർക്ക് വ്യൂ എന്ന പേരിൽ 250 കോടി രൂപയുടെ ഗ്രോസ് വാല്യൂ ഉള്ള ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു. കൂടാതെ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. 1,200 കോടി രൂപയുടെ ഗ്രോസ് ഡെവലപ്മെൻറ്റ് വാല്യൂ ഉള്ള ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ബാംഗ്ലൂരിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. KFin ടെക്നോളജി എന്ന കമ്പനിയിലെ പ്രമുഖ ഇൻവെസ്റ്ററായ ജനറൽ അറ്റ്ലാന്റിക്സ് കമ്പനിയുടെ 10 മുതൽ 15% സ്റ്റേക്കുകൾ 8% ഡിസ്കൗണ്ടിൽ വിറ്റഴിച്ചേക്കും എന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്മാർട്ട് ഇന്ത്യ ആന്ധ്രാപ്രദേശിൽ പുതിയ മൾട്ടി ബ്രാൻഡഡ് സ്റ്റോർ ഓപ്പൺ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. RVNL എന്ന കമ്പനിക്ക് സതേൺ റെയിൽവേയിൽ നിന്നും 145 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് ഇൻ്റർനാഷണൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിന് വേണ്ടി 3,243 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്ക് ആംബർ എൻ്റർപ്രൈസസ് ആണ്. ആംബർ എൻ്റർപ്രൈസസ് QIP വഴി ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനിയുടെ 12.6 ലക്ഷം ഷെയറുകൾ 7,950 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട്. H1B വിസയിലുണ്ടായിരിക്കുന്ന പ്രൈസ് ഡിഫറൻസ് കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിക്കില്ല എന്ന് സെൻസർ ടെക്നോളജിയുടെ സൈഡിൽ നിന്നും ഒരു ഇൻഫർമേഷൻ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സെൻസർ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. NTPC ഗ്രീൻ എനർജി എന്ന കമ്പനി 9.9 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ NTPC ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. പർപ്പിൾ സ്റ്റൈൽ ലാബ് എന്ന കമ്പനി IPO, അതായത് 660 കോടി രൂപയുടെ IPO കൊണ്ടുവരുന്നതിനുള്ള DRHP ഫയൽ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.